എല്ലാവർക്കും മമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളെല്ലാവരും തരുന്ന പ്രോത്സാഹനത്തിന് ഒത്തിരി നന്ദി, സ്നേഹം. അപ്പോൾ ഇന്നും ഞാനിപ്പോൾ ഇത് കാഴ്ചകളിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസമാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ എന്താ യാത്ര പുറപ്പെടില്ലേ? ടിക്കറ്റ് എടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണേ, മറക്കല്ലേ. അപ്പോൾ റെഡി, 1 2 3 നമുക്ക് പോവാം. നേരം വെളിച്ചാകുമ്പോൾ തന്നെ യാത്ര തുടങ്ങുകയാണ്. 6 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും ബസ്സിൽ കയറി ബസ് പുറപ്പെട്ടു. അപ്പോൾ കുംഭകോണത്തെ പ്രഭാത കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ്. കുംഭകോണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരെ അഴിമതി നടക്കണതിന് കുംഭകോണം എന്ന് പറയുന്നതാണ് അല്ലേ. തഞ്ചാവൂർ ശില്പകലയും ധാരാളം ഐതിഹ്യങ്ങളും കൊണ്ട് പേരുകേട്ട പല ക്ഷേത്രങ്ങളുടെയും സംഗമസ്ഥലമാണ്. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുംഭകോണം പട്ടണത്തിൽ തന്നെയുള്ള ആദി കുംഭേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. കുംഭേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ നിന്നാണ് ഈ പട്ടണത്തിൻ്റെ കുംഭകോണം എന്ന പേർ ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളിതാ ക്ഷേത്രനടയിലെത്തിയിരിക്കുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും വിത്തടങ്ങിയിരിക്കുന്ന പാത്രം ബ്രഹ്മാവിൻ്റെ കൈവശത്തിലാണ് ഇരുന്നത്. ഒരിക്കൽ പരമശിവൻ്റെ അസ്ത്രത്താൽ ഈ കുംഭത്തിന് സ്ഥാനഭ്രംശം സംഭവിക്കുകയും പ്രപഞ്ചത്തിൻ്റെ ലയനം നടക്കുമ്പോൾ കുംഭം ഇവിടെ ഈ പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്നടിയുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കുംഭകോണം എന്ന പേർ വന്നത് അത്രേ. ഞങ്ങൾ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ പണികൾ നടക്കുന്നുണ്ട്. ചരിത്രപ്രകാരം 9-ാം നൂറ്റാണ്ടിലെ ചോളരുടെ കാലം മുതലാണ് ഈ ക്ഷേത്രം നിലനിന്ന് പോരുന്നത് എന്നാണ്. 15 തൊട്ട് 17 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നായ്ക്കന്മാരാണ് ഇതിൻ്റെ അധികാരികളായിരുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിലെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ക്ഷേത്രത്തിൻ്റെ പരിപാലനവും ഭരണവും നടത്തി വരുന്നത്. നല്ല ഉയരത്തിലുള്ള നടപ്പാതയിലേക്ക് കടക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൂറ്റൻ വാതായനങ്ങൾ കടന്നു ചെന്നാൽ കാണുന്ന മനോഹര കാഴ്ചകൾ. ഇപ്പോഴും അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭീമാകാരങ്ങളായ തൂണുകളും ചിത്രപ്പണികൾ ചെയ്ത ചുവരുകളും. ഇപ്പോഴും എന്തെല്ലാമോ ജോലികൾ നടക്കുന്നുണ്ട്. ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. ഓങ്കാരധ്വനികൾ അലയടിക്കുന്ന ക്ഷേത്രാങ്കണം മനസ്സിന് എന്തെന്നില്ലാത്ത കുളിർമയേകുന്നു. ഞങ്ങൾ അകത്ത് കടന്ന് ആദ്യം ശിവലിംഗ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന ശ്രീകോവിലിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം മംഗളാംബികയെ അമ്മനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന പാർവതി ദേവിയുടെ ശ്രീകോവിലേക്ക് നടന്നു. അമ്മയെ തൊഴുതു വണങ്ങിയതിനു ശേഷം പുറത്തിറങ്ങി. തഞ്ചാവൂർ കലയുടെ മഹത്വം വിളിച്ചോടുന്ന ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ക്ഷേത്രാങ്കണം. അടുത്തുള്ള ക്ഷേത്രത്തിൽ കൂടി പോകേണ്ടത് കൊണ്ട് അതൊന്നും കണ്ട് കൂടുതൽ നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് വന്ന വഴിക്കല്ല പോകുന്നതെന്ന് ഗൂഗിൾ പറഞ്ഞത്. വഴിനീള കാഴ്ചകളാണ്, അത് മുഴുവൻ കണ്ടോളൂ. ഇങ്ങോട്ട് വരാട്ടോ. ഇതിലെ ഈ വഴിയാണ്. അതുപോലെ
മനോഹരമായ ചിത്രപ്പണികളാൽ അലങ്കൃതമായ നടപ്പാത. ഇങ്ങനെ നേരെ പോയി ഈ നടപ്പാത ചെന്നെത്തുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയിലേക്കാണ്. ഞാൻ താഴത്തേക്കാണ് നോക്കണേ. ഇതിന് രണ്ട് വശത്തും കടകളാണ് ചേട്ടാ. വെള്ളമുണ്ട് ഇവിടെ. അവിടെ അടിച്ചു വാരി കഴുകി വൃത്തിയാക്കുന്ന തിരക്കിലാണ് ചിലർ. എല്ലാവരും തിരക്കിട്ടോടുകയാണ് അടുത്ത അമ്പലത്തിലേക്ക് എത്താൻ. അവിടുത്തെ പ്രധാന പൂജ തുടങ്ങുന്നതിന് മുമ്പ് ചില ചടങ്ങുകൾ ഉണ്ട്. അത് കാണാനുള്ള തിരക്കിലാണ്. അത് കാണാൻ കഴിയുമോ എന്നറിയില്ല. ഇവിടെ ചില കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. പുറത്തേക്കെത്താൻ ഇനി കുറച്ച് ദൂരം നടക്കണം. ഗുരുവായൂരമ്പലം പോലെ കടകളാണ്. അടുത്ത അമ്പലത്തിലൊരു പ്രത്യേക പൂജ ഉണ്ടെന്നാണ് കേട്ടത്. അത് കാണാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിലെത്തും. അതുവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.